Welcome to the new session of depreciation. Today, we will look into the concepts and the accounting treatment of depreciation. Let us look into the meaning of depreciation. Depreciation is the decrease or loss in the value and utility of fixed asset due to their constant use, expiry of time, obsolescence, diminution in quantity, quality, etc. അതായത് ഫിക്സഡ് അസറ്റുകളുടെ നിരന്തരമായ ഉപയോഗം, സമയപരിമിതി, കാലഹരണപ്പെടൽ, അളവിൽ കുറവ്, ഗുണനിലവാരം എന്നിവ കാരണം അവയുടെ മൂല്യത്തിലും ഉപയോഗത്തിലുമുള്ള കുറവ് അല്ലെങ്കിൽ നഷ്ടമാണ് ഡിപ്രീസിയേഷൻ. ഡെഫിനിഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. Depreciation is the shrinkage in the value of an asset at a given date as compared with its value on a previous date. അതായത് ഒരു അസറ്റിൻ്റെ മൂല്യത്തെ മുമ്പുള്ള തീയതിയിലെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു നിശ്ചിത രീതിയിൽ ചുരുങ്ങുന്നതാണ് ഡിപ്രീസിയേഷൻ. Or it can also be defined as depreciation is a permanent and continuing diminution in the quantity, quality or value of an asset. ഒരു അസറ്റിൻ്റെ അളവിൽ, ഗുണനിലവാരത്തിൽ അല്ലെങ്കിൽ മൂല്യത്തിൽ സ്ഥിരവും നിരന്തരവുമായ കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. Let us look into the causes of depreciation. The following are the causes of depreciation. Wear and tear. Wear and tear is a normal degradation of an asset from ongoing usage even when it is being properly maintained. വസ്തുക്കൾ ശരിയായി പരിപാലിക്കപ്പെടുമ്പോഴും നിലവിലുള്ള ഉപയോഗത്തിൽ നിന്ന് ഒരു അസറ്റിൻ്റെ സാധാരണ തേയ്മാനമാണ് ഡിപ്രീസിയേഷൻ്റെ കാരണം. എക്സ്പയറി ഓഫ് ടൈം. ദ അസറ്റ് എക്സ്പയർസ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. സം അസറ്റ്സ് ഹാവ് ആൻ എക്സ്ട്രീംലി ഷോർട്ട് ലൈഫ് സ്പാൻ. അസറ്റ് അതിൻ്റെ ഉപയോഗപ്രദമായ ആയുസ് കാലഹരണപ്പെടുന്നു. ചില അസറ്റിന് വളരെ ചുരുങ്ങിയ ആയുസ്സേ ഉള്ളൂ. ഒബ്സലസൻസ് മീൻസ് റിഡക്ഷൻ ഓഫ് വാല്യൂ ഓഫ് ആൻ അസറ്റ് വെൻ ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ്. സം എക്യുപ്മെൻറ്റ് വിൽ ബി റെൻഡേർഡ് ഒബ്സൊലേറ്റ് ബൈ അതർ എഫിഷ്യൻറ്റ് എക്യുപ്മെൻറ്റ് വിച്ച് റെഡ്യൂസസ് ദ യൂസബിലിറ്റി ഓഫ് ദ ഒറിജിനൽ എക്യുപ്മെൻറ്റ്. എ ന്യൂ മോഡൽ or a new technology may make an asset obsolete even though it is in a good physical condition. അസറ്റ് കാലഹരണപ്പെട്ടതിനാൽ മൂല്യം കുറയും എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടുതൽ കാര്യക്ഷമമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചില ഉപകരണങ്ങളെ കാലഹരണപ്പെടുത്തും. ഇത് യഥാർത്ഥ ഉപകരണങ്ങളുടെ ഉപയോഗക്ഷമതയെ കുറയ്ക്കുന്നു. പുതിയ മോഡലും പുതിയ സാങ്കേതികവിദ്യയും നല്ല ശാരീരിക അവസ്ഥയാണെങ്കിലും അസറ്റ് കാലഹരണപ്പെട്ടേക്കാം. ഇഫ് an asset is a natural resource such as oil, gas reservoirs, mines, quarries, the depletion of the resource causes depreciation. ഒരു അസറ്റ് പ്രകൃതി വിഭവമാണെങ്കിൽ, അതായത് എണ്ണ, ഗ്യാസ്, ഖനികൾ, ക്വാറികൾ, റിസോഴ്സിനെ ശൂന്യമാക്കുന്നത് ഡിപ്രീസിയേഷന് കാരണമാകുന്നു. നോൺ യൂസ്. ദ റെഫ്യൂസൽ ഓർ ഫെയിലിയർ ടു യൂസ് സംതിങ് ക്യാൻ കോസ് ഡിപ്രീസിയേഷൻ. എന്തെങ്കിലും ഉപയോഗിക്കാൻ നിരസിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ഡിപ്രീസിയേഷന് കാരണമാകുന്നു. ആക്സിഡൻറ്റ്സ് ആൻഡ് വെതർ കണ്ടീഷൻസ്. അസറ്റ്സ് ലൂസ് ദെയർ വാല്യൂ due to weather, rain, sunshine or any accident like fire, earthquake, flood, tidal forces or similar other disasters. കാലാവസ്ഥ, മഴ, സൂര്യപ്രകാശം അല്ലെങ്കിൽ ഭൂകമ്പം, തീ, മറ്റു ദുരന്തങ്ങൾ എന്നിവ മൂലം അസറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെടും. The need for depreciation arises because of the following reasons. 1. To ascertain the true profit of the business for a particular period. To show the assets
its true value in the balance sheet. To provide funds for replacement of old asset with a new one. ഡിപ്രീസിയേഷൻ്റെ ആവശ്യകതകൾ താഴെ പറയുന്ന കാരണങ്ങളാലാണ്. 1. ഒരു പ്രത്യേക കാലയളവിലേക്ക് ബിസിനസ്സിൻ്റെ യഥാർത്ഥ ലാഭം കണ്ടെത്തുന്നതിന്. 2. അസറ്റ് അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിന്. 3. പഴയ അസറ്റിന് പകരം പുതിയതിന് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ. 1. To recover the cost incurred on fixed assets over its life. 2. To facilitate the purchase of a new asset when the old asset is disposed. 3rd, to find out the correct profit or loss for a particular period. The 4th one, to find out the correct financial position through balance sheet. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ്. 1. ഫിക്സഡ് അസറ്റിൻ്റെ ചെലവ് നികത്താൻ. 2. പഴയ അസറ്റ് ഉപയോഗിക്കുമ്പോൾ പുതിയ അസറ്റ് വാങ്ങുന്നത് സുഗമമാക്കുന്നതിന്. 3. പ്രത്യേക കാലയളവിലേക്ക് ശരിയായ ലാഭമോ നഷ്ടമോ കണ്ടെത്താൻ. 4. ബാലൻസ് ഷീറ്റിലൂടെ ശരിയായ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. Next, the factors to be considered while determining the amount of depreciation. 1. The total cost of the asset, including all freight charges, insurance, and installation charges. 2. The estimated residual or scrap value at the end of its life. The third one, estimated number of years of its usefulness. ഡിപ്രീസിയേഷൻ നിർണ്ണയിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ. 1. എല്ലാ ചരക്ക് ചാർജുകളും, ഇൻഷുറൻസ്, ഇൻസ്റ്റലേഷൻ ചാർജസ് ഇവയെല്ലാം ഉൾപ്പെടെ അസറ്റിൻ്റെ ആകെ ചെലവ്. 2. അസറ്റിൻ്റെ ജീവിതാവസാനം അല്ലെങ്കിൽ സ്ക്രാപ്പ് മൂല്യം. 3. അസറ്റിൻ്റെ ഉപയോഗം കണക്കാക്കിയ വർഷങ്ങളുടെ എണ്ണം. നെക്സ്റ്റ്, ലെറ്റ് us look into the estimated life of an asset. The life of an asset is an accounting estimate of the number of years it is likely to remain in service for the purpose of cost-effective revenue generation. The different terms associated with the life of an asset. 1. Service life. It means the number of accounting years during which it will be useful. The second one, physical life. It is a period of time that an asset remain functional. Next, economic life. It is a period of time during which it remains useful to its owner. ചെലവ് കുറഞ്ഞ് വരുമാനമുണ്ടാക്കുന്നതിനായി സേവനത്തിൽ തുടരാൻ സാധ്യതയുള്ള വർഷങ്ങളുടെ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റാണ് ഒരു അസറ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു അസറ്റിൻ്റെ സർവീസ് ലൈഫ് എന്നാൽ ഉപയോഗപ്രദമാവുന്ന അക്കൗണ്ടിംഗ് വർഷങ്ങളുടെ എണ്ണമാണ്. ഒരു അസറ്റിൻ്റെ പ്രവർത്തനക്ഷമമായി തുടരുന്ന കാലഘട്ടമാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഉടമയ്ക്ക് ഉപയോഗപ്രദമായി തുടരുന്ന കാലഘട്ടമാണ്. നെക്സ്റ്റ് ഈസ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് മീൻസ് മെയിൻലി കൺസേൺഡ് വിത്ത് distribution of the cost of an asset over its estimated useful life. Proper accounting of depreciation is highly essential for ascertaining a real profit and financial position of the concern. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായും ഒരു അസറ്റിൻ്റെ വില അതിൻ്റെ കണക്കാക്കിയ ജീവിതം മുഴുവനും ചാർജ് ചെയ്യുന്നു. യഥാർത്ഥ ലാഭവും സാമ്പത്തിക നിലയും കണ്ടെത്തുന്നതിന് ഡിപ്രീസിയേഷൻ്റെ ശരിയായ അക്കൗണ്ടിംഗ് വളരെ അത്യാവശ്യമാണ്. Just
have a look into the debit and credit rules, both traditional and the modern approach. This is for your understanding. The next is about the accounting treatment. The following entries are passed. The first entry is on purchase of an asset. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് കൂടുന്നു, ക്യാഷ് കുറയുന്നു. അതിനെ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് കാണിക്കുന്നു. അസറ്റ് കൂടുന്നതിന് നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് കുറയുന്നതിന് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ കൂടെയാണെങ്കിൽ ബാങ്ക് ബാലൻസ് കുറയുന്നതിന് നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് റൂള് അസറ്റ് ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പക്ഷെ ബാങ്കിൽ കൂടെ ആണെങ്കിൽ ബാങ്ക് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. അതിൻ്റെ റൂൾ പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അങ്ങനെയാണ് ബാങ്കിനെ അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. രണ്ട് അപ്രോച്ച് അനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് എൻട്രി ഈസ് ഫോർ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ്. ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ എൻട്രി ഇതാണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് അർത്ഥമാക്കുന്നത് എക്സ്പെൻസ് കൂടുന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം അസറ്റിൻ്റെ ബാലൻസ് റെഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അസറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ ചാർജ് കുറഞ്ഞ് ഡിപ്രീസിയേഷനിലേക്ക് മാറുന്നു എന്നർത്ഥം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം നോമിനൽ അക്കൗണ്ട് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. പിന്നെ അസറ്റ് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു കാരണം അസറ്റ് വാട്ട് ഗോസ് ഔട്ട്. The next entry for charging depreciation to P&L account. മൂന്നാമത്തെ എൻട്രി പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി ഇതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറയുന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ എക്സ്പെൻസ് ആ കൺസേൺഡ് അക്കൗണ്ടിൽ നിന്ന് കുറയുന്നു, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ എക്സ്പെൻസ് അത്രയും കൺസേൺഡ് അക്കൗണ്ടിൽ നിന്ന് കുറയുന്നതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഫോർ ദ സെയിൽ ഓഫ് ആൻ അസറ്റ് എൻട്രി ഇതാണ്, അസറ്റ് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ഇവിടെ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് കൂടുന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഒരു അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം അസറ്റിൻ്റെ ബാലൻസ് കുറയുന്നു, അല്ലെങ്കിൽ അസറ്റ് പോകുന്നു, ക്യാഷ് വരുന്നു, അതുകൊണ്ട് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു കാരണം ഡെബിറ്റ് ദ റിസീവർ. അസറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു കാരണം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റ് പോകുന്നതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഫോർ ദ സെയിൽ ഓഫ് ആൻ അസറ്റ് അറ്റ് എ ലോസ്. ഒരു അസറ്റ് വിൽക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ എൻട്രി ഇതാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അതായത് ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നു, അസറ്റ് സെയിൽ ചെയ്യുന്നത് ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യുന്നു. ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ലോസിനെ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റിൻ്റെ ബാലൻസ് കുറയുന്നതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് പറയുന്നൊരു പേഴ്സണൽ അക്കൗണ്ടാണ്, അതിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം റൂൾ പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ.
ലോസസ് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതിൻ്റെ റൂള് പറയുന്നത് ഡെബിറ്റ് ഓൾ ലോസസ്. അതുകൊണ്ടാണ് എന്നെ ഡെബിറ്റ് ചെയ്തേക്കുന്നത്. അസറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. അതിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നെക്സ്റ്റ്, ഫോർ ദ സെയിൽ ഓഫ് ആൻ അസറ്റ് അറ്റ് എ പ്രോഫിറ്റ്. ഒരു അസറ്റ് ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ടു P&L അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം ബാങ്ക് ബാലൻസ് കൂടുന്നു അസറ്റ് വിൽക്കുമ്പോൾ, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം അസറ്റിൻ്റെ ബാലൻസ് കുറയുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. P&L അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്താണ് കാണിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ചെയ്യാൻ കാരണം റൂൾ പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ. അസറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. In the remaining session, the different methods of charging depreciation will be discussed in detail. If you like this video, kindly subscribe and share it with your friends. Thank you for watching. Have a nice day.